ആ അമ്മ ഈ ചെടിയൊക്കെ ഇങ്ങോട്ട് മാറ്റില്ലേ? ഓക്കെ ഇവിടെ കാണാം. ഇവിടെ ഈ 2 ചെടികൾ ബാക്കി ഈ ചെടികളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ ആരപ്പ ഈ ചെടികൾക്ക് വെള്ളം. ഹലോ ഹാഡീസ്, അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ഉണ്ട് കേട്ടോ. ഞാൻ മെച്ചി വന്നിട്ട് നല്ലപോലെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് മെച്ചി തിരിച്ചു പോകുന്ന ദിവസമാണ്. അപ്പോൾ നമുക്കിന്നൊരു നല്ലപോലെ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും. അമ്മ വന്ന സന്തോഷത്തിൽ ഞാൻ കുറച്ച് വീഡിയോ അങ്ങനെ ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇത് നമുക്ക് നല്ല വൃത്തിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്. മെച്ചിക്ക് വീഡിയോ താമസിച്ച് ഇഷ്ടപ്പെട്ടോ? അവിടെ അസൂട്ടനും ഉമ്മാക്കും ഒരു സമാധാനം കൊടുക്കുന്നില്ല. അസൂട്ടനെ എപ്പോഴും വെച്ച് വായോ എപ്പോഴും വരുന്നത് ചോദിച്ചിട്ട് അപ്പം ഉമ്മാക്കും ഒരു സങ്കടം, ഓൻ്റെ സങ്കടം കണ്ടിട്ട് ഉമ്മാക്കും സങ്കടം. അപ്പം ഉമ്മാക്കും തിരിച്ചു പോകണമെന്ന് പറയണം. അപ്പോൾ എന്നോടിന്ന് ടൂറെല്ലാം കഴിഞ്ഞിട്ട് ഒരു 9-10 മണിയാകുമ്പോൾ വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓളെ കാത്ത് നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ താര പറഞ്ഞു ഞാൻ നിൽക്കും എൻ്റെ മുഖത്ത് സൈഡ് എടുത്ത് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവുന്നു. ഞാൻ സൈഡ് എടുത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കടലും മറ്റേ പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടല ഇങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കറിയാക്കണം. അപ്പോൾ ഞാൻ ജാസ്മി കുട്ടോട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അമ്മച്ചനെ കൊടുത്തിട്ട് ഞാനോട് നല്ല പണി എടുപ്പിക്കുന്നുണ്ട് എന്ന്. രാവിലെ ഉഷാറിനുമ്മാക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. അതാണ് ഞാൻ അമ്മച്ചനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഉച്ചക്ക് 1 മണി കഴിഞ്ഞാൽ പിന്നെ ഉമ്മ ഒരു ജോലിക്കും പ്രതീക്ഷിക്കരുത്. പിന്നെ ഉമ്മ ഒരു ജോലിയും ചെയ്യില്ല. അതാണ് ഉമ്മാന്റെ റൊട്ടീൻ. മടിയാ. രാവിലെ അമ്മച്ചക്ക് എന്തെങ്കിലുമൊക്കെ കയ്യും കാലൊക്കെ അങ്ങനെ ജോലി കിട്ടണം. ഈ കുക്കറിൻ്റെ ഉള്ളിൽ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ കറുത്തിക്കണം. അപ്പോൾ ആരൊക്കെ പറഞ്ഞിരുന്നു ഒരു കഷ്ണം പുളിയും കെട്ടച്ചാൽ മതി എന്നിട്ട്. അപ്പോൾ ഞാൻ പുളിയും കെട്ട് വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ കുക്കറിൻ്റെ അവസ്ഥ നോക്കി വെക്കാം. കടലക്കറി വെച്ചിട്ട് വെക്കണം കേട്ടോ. സയാൻ സ്കൂളിൽ പോകണ യൂണിഫോം എടുത്തോണ്ടേ? യൂണിഫോം മോളിൽ പോയി എടുത്തോണ്ട് വേഗം കൊണ്ട്. നമ്മളിവിടെ പുട്ടുണ്ടാക്കുന്നതിന് നമ്മൾ ഇതിൽ നിറക്കുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് വെറുതെ ഒന്ന് ആവി കയറ്റുള്ളൂ. എല്ലാ കീടങ്ങളുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് മാത്രമല്ല, അത് ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ കിട്ടുന്ന പോലെ ദോശക്കല്ല അതും ചൂടാക്കും. ഇതുപോലെ കുട്ടി അത് നമ്മൾ ചൂടാക്കും. ഈ ചെന്താ ഇരിക്കണേ? അതാ യൂണിഫോം വാങ്ങി ചെയ്താ? ഈ അയ്യത് ഒരു കുഴപ്പമില്ല, വന്നോ. നല്ല വൃത്തിയിൽ അയൻ ചെയ്താൽ മതി. നല്ല വൃത്തിക്ക് അയൻ ചെയ്യണം. വെറുതെ അയൻ ചെയ്യാൻ പറ്റുമോ? കാണിച്ചാൻ്റെ മറ്റേ യൂണിഫോം എവിടെ ഇരുന്ന് ആ കൊട്ട കാണിച്ച് ജൽദി കറോ. ഇത് ഉമ്മച്ചി ഡ്രസ്സ് കൊടുക്കുന്ന കൊട്ടയായിരുന്നു കേട്ടോ. സായക്കുട്ടിക്ക് ഇങ്ങനെ വളഞ്ചരത്ത് വിട്ടൊരു കൊട്ട ഉണ്ടായിരുന്നു. പക്ഷെ അത് കേട് വന്നു. അപ്പോൾ ഉമ്മച്ചിൻ്റെ ഡ്രസ്സ് ഇടുന്ന കൊട്ട നമ്മൾ ചോദിച്ചു ഉമ്മച്ചിട്ട് വാങ്ങിച്ചു അല്ലേ. ഇപ്പം സായക്കുട്ടിൻ്റെ സകല ട്രൗസർ ഇട്ടിട്ടില്ല അല്ലേ സായക്കുട്ടിയെ? വേറെ യൂണിഫോം അയൻ ചെയ്തോ? നമ്മള് മീൻ വണ്ടി താഴെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടെ വണ്ടിന്റെ ഹോണാണ് ഈ കേൾക്കുന്നത്. ഞാനിവിടെ ആദ്യം ഇവിടെ വന്നിരുന്ന സമയത്ത് ഈ ഹോണ് ഒരു 8 മണിക്കും ഒരു 8 മണിൻ്റെ ഉള്ളിലും 8:30 മണിൻ്റെ ഉള്ളിലും ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതെന്താണെന്ന് ആദ്യം അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ദിവസം ഈ ഞായറാഴ്ചയാണ് ഇങ്ങനെ ഈ മീൻ വണ്ടി വരുന്ന ഈ സമയം കണ്ടെത്തിയത് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് സുഖമാണ്. പിന്നെ അവരുടെ ഫോൺ നമ്പർ നമ്മൾ വാങ്ങിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ രാവിലെ അവരുടെ സ്റ്റാറ്റസ് കാണാം എന്താണ് ഇന്നത്തെ മീൻ എന്നുള്ളത്. പിന്നെ അവരുടെ വണ്ടിൻ്റെ ഹോണും ഇങ്ങനെ ആയ കാരണം കൊണ്ട് ഓക്കെയാണ്. പിന്നെ നമ്മൾ മീൻ കാണുമ്പോൾ തന്നെ ഞാൻ അവരോട് രാവിലെ വിളിച്ച് പറയും കേട്ടോ എനിക്കിന്ന് മീൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് മുമ്പിൽ വന്നിട്ട് ഒരു 2-3 ഹോൺ എക്സ്ട്രാ അടിക്കണം എന്ന് പറയും. അങ്ങനെ 2.5 മാസത്തോളം നിന്ന നമ്മളെ ഗ്യാസ് സിലിണ്ടർ നമ്മൾ മാറ്റി നമ്മളിന് ഇവിടേക്ക് ഭാരത് ഗ്യാസ് ആക്കണം. അതാണ് നമ്മുടെ പരിപാടി. മഞ്ചി സിലിണ്ടറൊക്കെ ഊരെടുക്കട്ടെ.
നമ്മൾ മീനെല്ലാം വാങ്ങിച്ച് തകൃതിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഗ്യാസ് സിലിണ്ടർ പണിപറ്റിച്ചത് കേട്ടോ. നമ്മൾ സിലിണ്ടർ നമ്മളിവിടെ ഒക്ടോബർ 1 വന്ന് നവംബർ 1 നമ്മളെ ഫസ്റ്റ് സിലിണ്ടർ കഴിഞ്ഞു. അത് എന്തോ ഒരു പ്രശ്നം കാരണം കൊണ്ടാണോ അത് 1 മാസം കൊണ്ട് കഴിഞ്ഞത് കേട്ടോ. പക്ഷെ നമ്മൾ നവംബർ 1 വെച്ച് നമ്മുടെ സിലിണ്ടർ നമുക്കിതാ അതായത് ഇന്ന് ജനുവരി 15 നമ്മുടെ സിലിണ്ടർ തീർന്നത്. അതായത് 2.5 മാസം നിന്നത്. നമ്മൾ ആ ഫസ്റ്റ് സിലിണ്ടർ എന്താ അങ്ങനെ കഴിഞ്ഞു ഒരു പിടുത്തമല്ല. കാരണം അത് നമുക്ക് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുക്കിംഗ് തന്നെ ഒന്ന് കറക്റ്റായിട്ട് തുടങ്ങിയിട്ടുണ്ടായില്ല. ഹോട്ടൽ ഫുഡും ബ്രെഡും അതും ഇതൊക്കെ വെച്ചിട്ട് ഫസ്റ്റത്തെ മാസം കഴിച്ചിരുന്നത്. പക്ഷെ ഈ 2.5 മാസം ഞങ്ങൾക്ക് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും രാവിലെ ഉച്ചക്കും വൈകിട്ടും രാത്രിയും ഒക്കെ കുക്കും ചെയ്തിരുന്നു. എന്നിട്ടും അത് 2.5 മാസം നിന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ ഗ്യാസ് സിലിണ്ടർ കഴിഞ്ഞേക്കാണ്. അപ്പോൾ നമുക്ക് ഇനി ഓട്ടോ വരും. അപ്പോൾ അതിൽ നമ്മുടെ സിലിണ്ടർ കൊണ്ടുപോയിട്ട് ഇവിടെ പെരിന്തൽമണ്ണ ഭാരത് ഗ്യാസ് ആണ്, ഇന്ധനം ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഇന്നുമോള് ടൂറെല്ലാം കഴിഞ്ഞിട്ട് കോളേജിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കറണ്ട് ബില്ല് ചോദിച്ചിരുന്നു കേട്ടോ. അതിനപ്പോൾ കാണിച്ചു തരാം. നമ്മളെ കറണ്ട് ബില്ല് 773 കേട്ടോ. 773 നമ്മളെ ഈ മാസത്തെ കറണ്ട് ബില്ല്. നമുക്ക് ഇനി 773 അല്ലേ. ഈ കറണ്ട് ബില്ല് അടുത്ത മാസം വരുമ്പോൾ ഒരു 100 രൂപയെങ്കിലും കുറക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് നോക്കി വെക്കാം. നമ്മൾ പുട്ട് ഒരു 2 കുറ്റി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചായ ഒക്കെ ഉണ്ടാക്കണതിനും പറഞ്ഞിട്ടോ ഗ്യാസ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കെറ്റിൽ കൊടുക്കുന്ന കാരണം കൊണ്ട് ചായ ഉണ്ടാക്കൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. എനിക്ക് ഇവിടെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ എന്നാ തമ്മിലാണ് ഈ ഗ്യാസ് കഴിയാമെന്ന് ആലോചിച്ചിട്ട് എന്നും ടെൻഷനായിരുന്നു. അപ്പോൾ ഗ്യാസ് ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയൊക്കെ നമ്മൾ ഗ്യാസ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവില്ലേ. അല്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ കെറ്റിലുണ്ട്, പിന്നെ റൈസ് കുക്കറുണ്ട്, കുഴപ്പമൊന്നും വരില്ല. എന്നാലും ഗ്യാസ് കഴിഞ്ഞെന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഗ്യാസ് കഴിഞ്ഞിട്ട് ഇനി അതൊക്കെ മാറ്റിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നുമോള് കൊടൈക്കനാൽ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഈ സായിക്കുട്ടി സ്കൂളിൽ പോയി യൂണിഫോമൊക്കെ പകുതിയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ 3 ദിവസത്തെ ശേഷം ഇന്നുമോള് നമ്മളിപ്പോൾ ഒന്ന് കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഞാൻ വെച്ചാലോ പിന്നാരാ ഏതൊക്കെ കിട്ടി? എന്തൊക്കെ കിട്ടിക്കണേ. അത് അൺബോക്സിങ് വീഡിയോ വേറെ. ജിജി കൊടുത്ത സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ വേറെ. വാ, എന്റെ ടൂറ് പോയിട്ട് നല്ല രസം. കംപ്ലീറ്റ് വയറിളക്കം ഫുഡ് പോയിസൺ വരുന്നു. അത്രേ ടൂറൊക്കെ കൊളായിട്ടാ വന്നിക്കണത്. ആ, ഇന്നുമോൾ ടൂറ് കഴിഞ്ഞ് വന്നിട്ട് ഇന്നുമോൾക്ക് ആകെ മലങ്ങിക്കത്രേ. ഉമ്മച്ചി പറയണേ അതെ, ഇത് ആകെ നന്നായി ഉള്ളത്. അങ്ങനെ ബസ്സിന് കുട്ടികള് സാധാരണ ടൂറ് കഴിയാനാകുമ്പോ എല്ലാവർക്കും വീട്ടിലേക്ക് എത്തിയ മതി. എന്നാ വരെ പ്ലാൻ ചെയ്ത് എല്ലാവർക്കും അവരുടെ വീട്ടിലേക്ക് പോയി മതി. ഇത്രേ നന്നായി ഉള്ളു. ഈ ബിസ്ക്കറ്റ് കഴിക്കുന്നത് നമ്മളെ പുട്ട് നമുക്ക് ഇത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. സായിക്കുട്ടി ബിസ്ക്കറ്റ് അത്ര കഴിക്കുന്നുണ്ട്. വായുന്നാല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സിലിണ്ടർ എന്നാണ് 2 സിലിണ്ടർ ഉണ്ട്. അപ്പോൾ അതിലത്തെ 2 സിലിണ്ടറും കൂടി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇത് ഇന്ധനമാണ്. അപ്പോൾ പെരിന്തൽമണ്ണയിൽ ഇന്ധനം ഇല്ലാത്ത കാരണം കൊണ്ട് ഇവിടെ ഭാരത് ഗ്യാസിലേക്ക് ഇത് മാറ്റണം. അപ്പോൾ നമുക്ക് ഈ 2 ഗ്യാസ് സിലിണ്ടറും കഴിയേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഒന്ന് വേഗം കഴിഞ്ഞാൽ മതി, എനിക്കിത് മാറ്റിയാൽ മതി എന്നായിരുന്നു കേട്ടോ. എന്നാൽ നമുക്കൊരു ആശ്വാസമാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരോട് വിളിച്ച് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് എത്തിച്ചേരുള്ളൂ. ഇത് ഏത് പാതിരാത്രിക്ക് പഠിച്ചോണേ ഗ്യാസ് കഴിയാന്നുള്ള ടെൻഷനായിരുന്നു എന്നും. അപ്പോൾ നമ്മൾ സായിക്കുട്ടിനെയും കൂടെ കൂട്ടിയിട്ടോ. സായിക്കുട്ടിനെ അവൻ്റെ സ്കൂളിൽ ഇറക്കി വിട്ടിട്ട് നമ്മൾ ഇനി നേരെ പുലാമന്തോൾക്ക് പോവുകയാണ്. ഇനി പുലാമന്തോൾ ഗ്യാസ് ഏജൻസിയിൽ നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ 2 സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് അവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന കാശ് അവർ നമുക്ക് തിരിച്ചു തരും കേട്ടോ. പിന്നെ ആ ഗ്യാസ് അവരൊരു ലെറ്റർ തന്നിട്ട് ആ ഒരു ലെറ്റർ കൊണ്ട് നമ്മൾ പെരിന്തൽമണ്ണ വന്നിട്ട് ഇവിടെ ഭാരത് ഗ്യാസ് ഏജൻസിയിൽ അതിൻ്റെ സംഭവമൊക്കെ കൊടുത്ത് കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് 2 സിലിണ്ടർ ഫുൾ സിലിണ്ടറൊക്കെ കിട്ടി. നമ്മൾ നേരെ അതുമായിട്ട് വീട്ടിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ. ഇത് പറയാൻ സുഖമാണ്, ചെയ്യാൻ ഞാൻ അന്നേ ഒരു ദിവസം ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട്. ഞാനൊന്ന് റെസ്റ്റ് എടുത്ത് വന്നപ്പോഴേക്കും ഉമ്മച്ചി നമ്മൾ സിലിണ്ടറൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് കത്തിച്ച് നോക്കി നോക്കാവേ.
യെസ് കത്തി. അങ്ങനെ നമ്മളെ കാത്തിരിപ്പ് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് കഴിഞ്ഞ് പുതിയ ഗ്യാസ് നമ്മൾ വാങ്ങിക്കുകയും ചെയ്തു. വെച്ച് മീനൊക്കെ മുറിച്ച് കായൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സിലിണ്ടർ മാറ്റാൻ പോകുന്നതിൻ്റെ മുമ്പാണല്ലോ നമ്മൾ മീൻ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അത് മുറിക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ മീനൊക്കെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ സിലിണ്ടർ മാറ്റാൻ വേണ്ടി പോയിരുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും വെച്ച് മീനൊക്കെ മുറിച്ച് കായം തേച്ച് കറി വെക്കാനുള്ള മീനൊക്കെ ഒരു ഭാഗത്തൊക്കെ ആക്കി വെച്ചിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ആശ്വാസം തോന്നി. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മച്ചി പട്ടാമ്പിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മച്ചിക്ക് ഞാൻ ഇവിടുന്ന് പോയ ശേഷം ഫോൺ വിളിച്ചിരുന്ന സമയത്ത് എൻ്റെ അമ്മച്ചി പറഞ്ഞിരുന്നു ഞാനിങ്ങനെ ഈ ഗ്യാസ് കഴിഞ്ഞപ്പോഴേ അത് സിലിണ്ടർ മാറ്റാൻ പോണത് ഞാനാണ്. അത് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ആദ്യം പുലാമന്തോൾക്ക് പോയി പിന്നെ പെരിന്തൽമണ്ണയ്ക്ക് തിരിച്ച് വന്ന് പിന്നെ സിലിണ്ടർ ഞാനും ഓട്ടോ ഓടിക്കുന്ന പയ്യനും കൂടെ ഉണ്ടായിരുന്നു, അവനും കൂടെ അത് മുകളിലേക്ക് എത്തിച്ചു കൊടുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ ഉമ്മക്ക് അത് എന്നെ ഇങ്ങനെ ഞാനത് ചെയ്യണം കണ്ടപ്പോൾ എൻ്റെ ഉമ്മച്ചിക്ക് എന്നെ കുറിച്ചിട്ട് ഭയങ്കര അഭിമാനം തോന്നി. അതിൻ്റെ കൂടെ കുറച്ച് സങ്കടം തോന്നി. ഞാൻ മാത്രമാണല്ലോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ചു എന്നൊക്കെ ഉമ്മച്ചി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മച്ചിനോട് പറഞ്ഞു, ഉമ്മച്ചി സങ്കടമൊന്നും തോന്നേണ്ട ആവശ്യമില്ല, എനിക്കിത് ചെയ്യാനുള്ള ഒരു ആരോഗ്യവും ഇത് ചെയ്യാനുള്ള ഒരു പൈസ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന മാത്രം മതി. ഞാനിതിൽ ഹാപ്പിയാണ്, കാരണം ഇത് ഞാൻ തിരഞ്ഞെടുത്ത കാര്യമാണ് എന്നുള്ളത് ഉമ്മച്ചിനോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും ആലോചിച്ചു, ഓക്കെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാനൊരു നിസ്സാരപ്പെട്ട ആളൊന്നുമല്ല, ഇത് എനിക്ക് എന്നെ കുറിച്ചിട്ട് സ്വന്തമായിട്ട് അഭിമാനം തോന്നി കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ ഭയങ്കര വീക്കാണെന്നാണ് ഞാൻ എന്നെക്കുറിച്ച് കരുതുന്നത്. ഇപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഓക്കെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാൻ ആരത്രയും മോശമല്ല, ഞാനും ഒരു എന്താ പറയുക സ്വന്തമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളാണെന്ന് ഇപ്പം എന്നെക്കുറിച്ചിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. അതല്ലേ ചെറിയ ചെറിയ പൊടി അങ്ങനെ അറിയാൻ തന്നെ എത്ര നേരം പിടിക്കും, അത് രസമായിട്ടുണ്ടല്ലേ, നല്ല രസം. നമ്മൾ പുളിങ്ങട്ടിലും വലിയ നിറം വെച്ചിട്ടൊന്നുമില്ല, കറുത്തിട്ടില്ല എന്നുള്ളൂ. ഇനി വേഗം കറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ കേട്ടോ, കാരണം ഉമ്മച്ചി ഇന്ന് പട്ടാമ്പിക്ക് തിരിച്ചു പോവാണ്, ഞാനിന്ന് വളാഞ്ചേരിക്കും പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ ക്ലിപ്പ് ടൈറ്റ് ആക്കുന്ന ദിവസം ഇന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മീൻകറി, മീൻ വറുത്തത്, കാബേജ് ഉപ്പേരി അത് എല്ലാം സെറ്റാക്കിയിട്ട് ഇനി കുളിച്ച് നനച്ച് വൃത്തിയായിട്ടൊക്കെ വേണം. 3 മണിക്ക് നമ്മൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ആ ഓട്ടോയിൽ പട്ടാമ്പിക്ക് പോകും, ഇമ്മ എന്നെ ബസ് സ്റ്റാൻഡിലാക്കി തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി വേഗം ഫുഡ് കഴിക്കട്ടെ. ചോറിന് കൊടുക്കാം, ഉമ്മച്ചിൻ്റെ പോകാൻ ചോറാണിത്. ഇച്ചിരി നിൽക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. മീൻകറി, മീൻ വറുത്തത്, ഉപ്പേരി ഇല്ലാണ്ട് ഇന്നുമോൾ ഈ ഒരത്തി വൃത്തിയാക്കുന്നത് നെവിലൂട്ടൻ്റെ പെട്ടിയാണ് കേട്ടോ. അവൾ ടൂർ പോകാൻ വേണ്ടിയിട്ട് നെവിലൂട്ടൻ്റെ പെട്ടിയുമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പം ഉമ്മച്ചി പോകുമ്പോൾ പറഞ്ഞു, എന്നാൽ ഞാൻ ഈ പെട്ടി ഞാൻ തന്നെ തിരിച്ച് കൊണ്ടുപോയിക്കൊണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ നെവിലൂട്ടൻ്റെ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വാഷ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതിയില്ലെന്ന് ഞാൻ ഉമ്മച്ചിനോട് ചോദിച്ചതാണ്. അപ്പം ഉമ്മച്ചി പറഞ്ഞു അതൊന്നും വിഷയമല്ല, ഇനിയിപ്പോൾ ഈ പെട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനി വേറൊരു സമയം വരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നുമോൾ വേഗം കൊടൈക്കനാലിൽ നിന്ന് അവൾ കൂടുന്ന പെട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഉമ്മച്ചിൻ്റെ സാധനങ്ങളൊക്കെ തിരിച്ച് വെച്ച് അങ്ങനെ പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ വരാ നിക്കാൻ പറഞ്ഞിട്ട് നിക്കല്ലമ്മ, അത് പോയേ പറ്റുള്ളൂ. ഇത്ര ഞാൻ പറഞ്ഞ നിക്കുന്നു ഇനി വരുമുണ്ട്. എന്നാ ഇവിടെ തന്നെ അല്ല, ഇവിടെ നിന്നാലേ പെടാവുള്ളൂ. പോരെ ഉമ്മച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകാത്രേ. ഇതിലെന്തിനമ്മ ഹാൻഡ് വാഷ് ആക്കാനോ? എങ്ങനെ പറയാ എടി, ഒരു മനുഷ്യൻ പോവാണെങ്കിൽ എങ്ങനെ പറയാ? അതിനോട് ഞാൻ പറഞ്ഞോക്കണോ, എക്സ്പ്രസീവായിരിക്കണം നമ്മളെപ്പോഴും, ഉള്ളിലല്ല വെക്കാന്ന്. അത് ആനയെ വരുമ്പോൾ നോക്കൊണ്ട് ഞാൻ വരച്ചിട്ട് വൈകും. അങ്ങനെ അമ്മച്ചി ഒരു 2-3 ദിവസത്തിന് ശേഷം തിരിച്ചു പോവുകയാണ്. ഞാൻ പിടിച്ചു നിർത്താൻ കുറേ നോക്കി എൻ്റെ അമ്മച്ചിനെ, പക്ഷെ എൻ്റെ അമ്മച്ചി നിന്നില്ല. എൻ്റെ അമ്മച്ചി പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മച്ചി പോയി. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലെത്തി. എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടിട്ട് അമ്മച്ചി നേരെ പട്ടാമ്പിക്ക് പോയി. ഇതിൻ്റെ ഇടയിൽ ഞാൻ വോയിസ് കൊടുത്തോളൂ നേരത്തെ സംഗതിയാണ്. ഞാൻ നിങ്ങളെ കണ്ടിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കൊരു മടി സംസാരിക്കണം. അപ്പോൾ ഇരുന്നപ്പോഴേക്കും അത് ഇങ്ങോട്ട് സംസാരിക്കുന്നത് നിങ്ങളെ 3 പേരും മോളി വളരെ ശരിക്കും എനിക്ക് അനീഷക്കുട്ടിനെ പോലെ നിങ്ങൾ തോന്നും. നല്ല ഇഷ്ടമാണ്.
ഇത് ഞാൻ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ നിന്ന് പരിചയപ്പെട്ട നമ്മളൊരു സബ്സ്ക്രൈബർ ഫ്രണ്ടാണ് കേട്ടോ. ഞാനൊരു സീറ്റിലിരിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ് കുട്ടി. ആ കുട്ടി TTC പഠിക്കാൻ പോകുന്ന കുട്ടിയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഇതുപോലെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൈ തരാൻ വരുന്ന നിങ്ങളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ചില ആളുകളൊക്കെ പറയും നമ്മൾ കണ്ടു പക്ഷെ സംസാരിക്കാൻ എന്തോ മടി തോന്നി എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അങ്ങനെ പേടി മടി ഒന്നും തോന്നേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നമ്മളെ കാണുമ്പോൾ സന്തോഷത്തോടെ വരുമ്പോൾ നമുക്ക് തിരിച്ചും ആ സന്തോഷം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇനി ആരെങ്കിലും നമ്മളെ കണ്ടിട്ട് അയ്യോ മിണ്ടിയാൽ തിരിച്ചു മിണ്ടുമോ എന്ന് ടെൻഷനോടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട, നിങ്ങളെ കാണാൻ നമുക്കും സന്തോഷമാണ്. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് വളാഞ്ചേരിയിൽ പോയി എൻ്റെ പല്ലെല്ലാം ടൈറ്റാക്കി നമ്മൾ തിരിച്ച് ഏകദേശം ഒരു 6-7 മണിയായിട്ടോ ഇവിടെ എത്തിയപ്പോൾ. കുഞ്ഞാവക്ക് പഠിക്കാനൊന്നുമില്ലേ? അതൊക്കെ കുഞ്ഞാവക്ക് പഠിക്കാനല്ലാത്തേ? ബൈ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുഞ്ഞാവ് പറഞ്ഞ പോലെ എല്ലാവരോടും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.